ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്. അപ്പം ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലുള്ളതും ദശയുള്ളതും കൂടിയായിട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ചെറിയുള്ളി. ഇതിൽ ബീഫിന് ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ്. ഇപ്പം ചെറിയുള്ളി നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതി, സവോളയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 3-4 ഇഞ്ചിയുടെ കഷ്ണവും 4 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചെറുതായിട്ട് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്കെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആദ്യത്തേത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ചീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പെരിഞ്ചീരകം അരച്ചുകൊണ്ട് വന്നത്. ഇനി ഈ മസാല എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. ഞാനത് പിന്നെ ഒത്തിരി അങ്ങ് ബ്രൗൺ കളറല്ല, ഇതിൻ്റെ ഈ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ പാകത്തിന് ഒരു ചീനിച്ചട്ടിക്കകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇതാണ് അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ മസാല കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഈ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാല മുഴുവൻ ഇടുന്നില്ല കേട്ടോ. ആ മസാലയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, പിന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും എല്ലാം ഇല്ലേ, അതിൽ നിന്നെല്ലാം ഒരു ഹാഫ് വീതം ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് കുക്കറിലോട്ടിട്ട് വേവിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളം, അതായത് ആ മിക്സ് ചെയ്ത മസാലയിലെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിലോട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ഞാൻ ഊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചു, കടുകിട്ടു. കടുകൊന്നായി വന്നപ്പോഴത്തേക്കും ഞാൻ തേങ്ങാക്കൊത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറച്ച്, കാരണം ഇത് ചെറിയ ഗ്രേവിയോട് കൂടി ആയതുകൊണ്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. ബാക്കി നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിക്കോട്ടെ. ഒപ്പം നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ടായിരുന്ന മസാല ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോയിൽ നമ്മൾ വെച്ചിരുന്ന ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഇട്ടെന്ന് വെച്ചിട്ട് ബീഫിന് പുളിയൊന്നും ആവുന്നില്ല കേട്ടോ, ഒരുപാടില്ലല്ലോ, ഒരു കാലല്ലേ ഉള്ളൂ. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ചാറ് ആവശ്യമാണ് എങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മാറ്റി വെക്കാം. അതല്ല ഒരു ഇച്ചിരിയും കൂടിയൊക്കെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ബ്രൗൺ കളറാണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.